കൊമേഴ്സുമായി ബന്ധപ്പെട്ട ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിലെ ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിലെ 17ാമത്തെ പാർട്ടിൽ 17ാമത്തെ ലക്കത്തിൽ 17ാമത്തെ ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ഹെഡിങ്ങായ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ അല്ലെങ്കിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അധികാരം ഏൽപ്പിച്ച് കൊടുക്കൽ എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ എലമെൻറ്റ്സ്, ഘടകങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും A to Z ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡെലിഗേഷൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. മീനിങ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം അധികാരം ഏൽപ്പിച്ച് കൊടുക്കൽ, അധികാരം ഏൽപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അധികാരം കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഡെലിഗേഷൻ റിഫേഴ്സ് ടു ദ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു എ സബോർഡിനേറ്റ്. അതായത് ഡെലിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികാരം ഏൽപ്പിച്ച് കൊടുക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേലുദ്യോഗസ്ഥരിൽ നിന്നും അല്ലെങ്കിൽ മേധാവികളിൽ നിന്നും സുപ്പീരിയർ ടു എ സബോർഡിനേറ്റ്, കീഴുദ്യോഗസ്ഥരിലേക്ക് അല്ലെങ്കിൽ കീഴ് ജീവനക്കാരിലേക്ക് അധികാരം കീഴോട്ടുള്ള കൈമാറ്റത്തെയാണ് അധികാരം ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന് പറയുന്നത്. ഡൗൺവേർഡ് ട്രാൻസ്ഫർ, കീഴ്ഭാഗത്തെ കീഴോട്ട് എന്ത് ചെയ്യുക, ഏൽപ്പിച്ചു കൊടുക്കുക, കൈമാറ്റം ചെയ്യുക. എന്ത്? അതോറിറ്റി, അധികാരം, ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. അപ്പോൾ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് സുപ്പീരിയറിൻ്റെ അധികാരങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക, കൈമാറ്റം ചെയ്യുക. അതിന് പറയുന്ന പേരാണിത് ഡെലിഗേഷൻ. ഇനി ഈ ഡെലിഗേഷൻ കൊണ്ടുള്ള നേട്ടങ്ങൾ, സുപ്പീരിയർക്കുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന്, ഇറ്റ് എനേബിൾസ് എ മാനേജർ ടു യൂസ് ഹിസ് ടൈം ഓൺ ഹൈ പ്രയോറിറ്റി ആക്ടിവിറ്റീസ്. അതായത് ഇങ്ങനെ കുറച്ച് അധികാരങ്ങളും കുറച്ച് ഡ്യൂട്ടികളൊക്കെ കീഴുദ്യോഗസ്ഥർക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്നതിലൂടെ മേലുദ്യോഗസ്ഥനെ, അതായത് ഇറ്റ് എനേബിൾസ് എ മാനേജറെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഇറ്റ് എനേബിൾസ് എ സുപ്പീരിയർ സഹായിക്കുന്നു ടു യൂസ് ഹിസ് ടൈം ഓൺ ഹൈ പ്രയോറിറ്റി ആക്ടിവിറ്റീസ്. വളരെ പ്രധാനപ്പെട്ട, അയാൾക്ക് ആദ്യം തന്നെ നേരത്തെ ചെയ്തു തീർക്കേണ്ടതായ, വളരെ പ്രാധാന്യത്തോടു കൂടി നിർവഹിക്കേണ്ടതായ കാര്യങ്ങളിലെല്ലാം, പ്രവർത്തനങ്ങളിലെല്ലാം അയാൾക്ക് ഫോക്കസ് ചെയ്യാൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അയാളുടെ സമയം അതിൽ ചിലവഴിക്കാൻ സാധിക്കുന്നു. സെക്കൻഡ് വൺ, ഇറ്റ് സാറ്റിസ്ഫൈ ദ സബോർഡിനേറ്റ്സ് നീഡ് ഫോർ റെക്കഗ്നിഷൻ. ഇങ്ങനെ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥന് അയാളുടെ അധികാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ കീഴുദ്യോഗസ്ഥന് അയാളുടെ അംഗീകരിക്കപ്പെടുവാനുള്ള അവകാശം, നീഡ് ഫോർ റെക്കഗ്നിഷൻ, അയാളെ മേലുദ്യോഗസ്ഥൻ പരിഗണിക്കണം എന്നുള്ള അയാളുടെ ആ ആഗ്രഹം പൂർത്തീകരിക്കുന്നു. മേലുദ്യോഗസ്ഥന് അധികാരങ്ങൾ അയാൾക്ക് കിട്ടുകയാണ്, അതിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുന്നു. തേർഡ് വൺ, ഇറ്റ് ഗിവ്സ് ദ സബോർഡിനേറ്റ്. ഇത് കീഴുദ്യോഗസ്ഥർക്ക് നൽകുന്നു ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, ടു ഡെവലപ്പ് ആൻഡ് ആൾസോ എക്സസൈസ് ഇനിഷ്യേറ്റീവ്. അതായത് കീഴുദ്യോഗസ്ഥർക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും നടപ്പിലാക്കാനും ഇത് അവസരങ്ങൾ നൽകുന്നു. ഇനി ഡെലിഗേഷൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ ഓഫ് ഡെലിഗേഷൻ അക്കോർഡിംഗ് ടു തിയോ ഹൈമാൻ്റെ അഭിപ്രായത്തിൽ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി മിയർലി മീൻസ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത് മിയർലി മീൻസ് ഓൺലി, അതുകൊണ്ട് ഇത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എന്ത്? ദ ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി, അധികാരങ്ങൾ അനുവദിച്ചു കൊടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക, ടു സബോർഡിനേറ്റ്സ്, കീഴുദ്യോഗസ്ഥർക്ക്, ടു ഓപ്പറേറ്റ് വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്സ്, ആ ചില അതായത് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശിക്കുന്നതായ ആ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ, അതായത് നിർദ്ദിഷ്ട പരിധിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കാനായി കീഴ് ജീവനക്കാർക്ക് അധികാരം നൽകുന്നതിനെയാണ് അധികാരം ഏൽപ്പിക്കൽ അല്ലെങ്കിൽ അധികാരം കൈമാറ്റം ചെയ്യൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മീനിങ്ങിൻ്റെ ഡെഫിനിഷൻ്റെ അടിസ്ഥാനത്തിൽ ഡെലിഗേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഡെലിഗേഷൻ. ഫസ്റ്റ് വൺ, ഡെലിഗേഷൻ ഈസ് ദ കീ ടു ദ ഓർഗനൈസിങ് ഓർ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ കീ ആണ് ഡെലിഗേഷൻ എന്നുള്ളത്, അടിസ്ഥാന തത്വമാണ് ഡെലിഗേഷൻ എന്നുള്ളത്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് വർക്ക്. അതായത് ഡെലിഗേഷൻ എന്നുള്ള ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് വർക്ക് പ്രിൻസിപ്പിൾ, തൊഴിൽ വിഭജനം എന്ന ആ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. തേർഡ് വൺ, ഇറ്റ് ഈസ് ഓൺലി പാർട്ട് ഓഫ് അതോറിറ്റി ഈസ് ഡെലിഗേറ്റഡ്. അതായത് സുപ്പീരിയറിനുള്ള അധികാരത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മുഴുവനും ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഫോർത്ത് വൺ, ഓൺലി ഒബ്റ്റൈൻഡ് അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്. അതായത് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യണമെങ്കിൽ അത് ആ സുപ്പീരിയർക്ക് ലഭ്യമായിട്ടുള്ള അധികാരം, അതായത് ഒരു സുപ്പീരിയർക്ക് അധികാരമില്ലാത്ത കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ അയാളുടെ അധികാരം മാത്രമേ അയാളുടെ കീഴുദ്യോഗസ്ഥർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് മാർക്കറ്റിംഗ് മാനേജറുടെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. പ്രൊഡക്ഷൻ മാനേജറുടെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഓൺലി ഒബ്റ്റൈൻഡ് അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്. ഫിഫ്ത്ത് വൺ,
ഡെലിഗേറ്റഡ് അതോറിറ്റി ക്യാൻ ബി വിത്ത്ഡ്രോൺ. അതായത് ഒരു സുപ്പീരിയർ എന്തെങ്കിലും ഒരു അതോറിറ്റി സബോർഡിനേറ്റിന് ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാൻ, ആ അധികാരം എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാനുള്ള അധികാരം സുപ്പീരിയർക്കുണ്ട്. 6th one, ഡെലിഗേറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ആക്ട്സ് ഓഫ് സബോർഡിനേറ്റ്സ്. അതായത് ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ ആയ സുപ്പീരിയർ എന്തെങ്കിലും ഒരു അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കീഴുദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അത് നിർവഹിക്കുന്നതിലൂടെ ആ സബോർഡിനേറ്റ് അത് നിർവഹിക്കാതിരിക്കുകയോ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്താൽ അതായത് അതിലെന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ അധികാരം ഏൽപ്പിച്ചു കൊടുത്ത, ആ വർക്ക് ഏൽപ്പിച്ചു കൊടുത്ത സുപ്പീരിയർക്കായിരിക്കും എന്നർത്ഥം. ഡെലിഗേറ്റർ, അയാൾ ഡെലിഗേഷൻ നടത്തുന്ന ആൾ, അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആൾ, ഈസ് റെസ്പോൺസിബിൾ, അയാളാണ് ഉത്തരവാദി ഫോർ ദ ആക്ട്സ് ഓഫ് ദി സബോർഡിനേറ്റ്സ്. ആർക്കാണോ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ അത് ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉത്തരവാദി ഡെലിഗേറ്റർ ആയിരിക്കും. 7th one, ഓൺലി ഓർഡിനറി ആൻഡ് റൊട്ടീൻ വർക്ക്സ് ക്യാൻ ബി ഡെലിഗേറ്റഡ്. അതായത് അത് ഓവർ ബേർഡനായ രീതിയിലുള്ള വർക്കുകളോ ടാസ്കുകളോ ഒന്നും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല സബോർഡിനേറ്റ്സിന്. അത് സാധാരണയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ മാത്രമേ സുപ്പീരിയർക്ക് സബോർഡിനേറ്റിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി പ്രോസസ് ഓഫ് ഡെലിഗേഷൻ അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ ഡെലിഗേഷൻ. ഡെലിഗേഷൻ പ്രക്രിയകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഡെലിഗേഷൻ പ്രവൃത്തിയിലുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, അസൈനിങ് ടാസ്ക്. ഒരു സുപ്പീരിയർ സബോർഡിനേറ്റിന് ഒരു ടാസ്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. സെക്കൻഡ് വൺ, ഗ്രാൻഡിങ് അതോറിറ്റി. അത് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ അതോറിറ്റി അധികാരവും അനുവദിച്ചു കൊടുക്കുന്നു. തേർഡ് വൺ, മേക്കിംഗ് സബോർഡിനേറ്റ് അക്കൗണ്ടബിൾ. അതായത് അതിനുശേഷം അധികാരം ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം കീഴുദ്യോഗസ്ഥരെ അതിന് റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ, ഉത്തരവാദിത്വവും ബാധ്യതപ്പെട്ടവരും ആക്കി തീർക്കുന്നു. മേക്കിംഗ് സബോർഡിനേറ്റ് റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ. ആ അധികാരമനുസരിച്ച് ടാസ്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ബാധ്യതപ്പെട്ടവരാക്കി, മറുപടി പറയേണ്ടവരാക്കി തീർക്കുന്നു സബോർഡിനേറ്റ്സിനെ. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ്റെ ഘടകങ്ങൾ എന്തെല്ലാം? പാർട്സ് 3 എണ്ണാണുള്ളത്. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. ഈ 3 എണ്ണാണ് എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇനി അവ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, അതോറിറ്റി, അധികാരം. Authority refers or means to the right of an individual to command his subordinates and to take action within the scope of his position. That is, അതോറിറ്റി എന്നൊരു അധികാരം എന്നുള്ള ഉദ്ദേശിക്കുന്നത് ദ റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ അവകാശമാണ്, അധികാരമാണ്. എന്ത്? ടു കമാൻഡ് ഹിസ് സബോർഡിനേറ്റ്സ്, അയാളുടെ ആ വ്യക്തിയുടെ കീഴ് ജീവനക്കാർക്ക് ആജ്ഞ നൽകാൻ, അവരോട് കൽപ്പിക്കുന്നതിനുള്ള അവകാശം. കമാൻഡ് ഹിസ് സബോർഡിനേറ്റ്സിനോട് കമാൻഡ് ചെയ്യാൻ, അതായത് ആ കീഴ് ജീവനക്കാർക്ക് ആജ്ഞ നൽകാനുള്ള അയാളുടെ അധികാരം. ആൻഡ് അതോടൊപ്പം തന്നെ ടു ടേക്ക് ആക്ഷൻ, നടപടികൾ എടുക്കുവാനുമുള്ള അവകാശമാണ്. വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഹിസ് പൊസിഷൻ, അയാളുടെ പദവിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, ആ ഏൽപ്പിച്ചുകൂടാ അല്ലെങ്കിൽ ആ മേലുദ്യോഗസ്ഥൻ്റെ ആ വ്യക്തിയുടെ അധികാര പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആജ്ഞകൾ നൽകാനും ആ ആജ്ഞകൾ അനുസരിച്ചില്ലെങ്കിൽ അയാൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നതിനുമുള്ള ഒരു വ്യക്തിയുടെ അധികാരത്തെയാണ് അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഫ്ലോസ്, അതായത് അതോറിറ്റി ഫ്ലോസ് ഡൗൺവേർഡ്സ് ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്സ്. അതായത് അധികാരം എന്നുള്ളത് സുപ്പീരിയർ, മുകളിൽ നിന്ന് താഴോട്ട്, അതായത് ഡൗൺവേർഡ്സ് ആണ്, മുകളിൽ നിന്ന് താഴോട്ടാണ് ഇത് ഒഴുകുന്നത്. സുപ്പീരിയർ ടു സബോർഡിനേറ്റ്, മേലുദ്യോഗസ്ഥരിൽ നിന്ന് കീഴുദ്യോഗസ്ഥരിലേക്ക് മുകളിൽ നിന്ന് താഴോട്ടാണ് അധികാരം ഒഴുകുന്നത്. അതായത് സുപ്പീരിയർ ഹാസ് അതോറിറ്റി ഓവർ സബോർഡിനേറ്റ്സ്, അതായത് മേലുദ്യോഗസ്ഥർക്ക് കീഴുദ്യോഗസ്ഥരുടെ മേൽ അധികാരമുണ്ട്. അതോറിറ്റി അറൈസസ് ഫ്രം ദ എസ്റ്റാബ്ലിഷ്ഡ് സ്കോളർ ചെയിൻ, അതായത് സ്കോളർ ചെയിൻ, അധികാര ചങ്ങല തത്വത്തിൽ നിന്നാണ് അതോറിറ്റി ഉണ്ടായിത്തീരുന്നത്. ആൻഡ് ക്യാൻ ബി ഡെലിഗേറ്റഡ്, അതോറിറ്റി നമുക്ക് എന്ത് ചെയ്യാം, അധികാരം കൈമാറ്റം ചെയ്യാനും സാധിക്കും. ദെൻ ഡെലിഗേഷൻ്റെ രണ്ടാമത്തെ ഘടകം, പാർട്ട്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം. റെസ്പോൺസിബിലിറ്റി റെഫേഴ്സ് ടു ദ ഒബ്ലിഗേഷൻ ഓഫ് എ സബോർഡിനേറ്റ് to properly perform the assigned duty. റെസ്പോൺസിബിലിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത് ഒബ്ലിഗേഷൻ, ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്, കടപ്പാടാണ്. എന്ത്? ഓഫ് എ സബോർഡിനേറ്റ്, ഒരു കീഴുദ്യോഗസ്ഥൻ്റെ എന്തിനുള്ള ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്.
ടു പ്രോപ്പർലി പെർഫോം ദ അസൈൻഡ് ഡ്യൂട്ടി. അതായത് ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി പ്രോപ്പറായ രീതിയിൽ പെർഫോം ചെയ്യുന്നതിനുള്ള കീഴുദ്യോഗസ്ഥരുടെ ഒബ്ലിഗേഷൻ, ബാധ്യതയാണ്, കർത്തവ്യമാണ്, അതാണ്, ഉത്തരവാദിത്തമാണ് റെസ്പോൺസിബിലിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഫ്ലോസ് അപ്വേർഡ്സ് ഫ്രം എ സബോർഡിനേറ്റ് ടു എ സുപ്പീരിയർ. അതായത് റെസ്പോൺസിബിലിറ്റി ഫ്ലോസ്, ഉത്തരവാദിത്തം എന്നത് ഒഴുകുന്നത്, അത് ചലിക്കുന്നത്, മൂവ് ചെയ്യുന്നത് അപ്വേർഡ്, മുകളിലേക്കാണ്. ഫ്രം എ സബോർഡിനേറ്റ് ടു എ സുപ്പീരിയർ, ഒരു കീഴുദ്യോഗസ്ഥൻ, കീഴ് ജീവനക്കാരിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥനിലേക്ക്, അതായത് മേലുദ്യോഗസ്ഥനിലേക്കുള്ള ഒഴുക്കാണിത് ഉത്തരവാദിത്തം എന്നുള്ളത്. അതായത് എ സബോർഡിനേറ്റ് വിൽ ആൾവേസ് റെസ്പോൺസിബിൾ ടു ഹിസ് സുപ്പീരിയർ. അതായത് എല്ലായ്പ്പോഴും ഒരു കീഴ് ജീവനക്കാരൻ അയാളുടെ മേലുദ്യോഗസ്ഥനോട് ബാധ്യതപ്പെട്ടിരിക്കും, ഉത്തരവാദിത്തപ്പെട്ടിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി എൻറ്റയർലി ഡെലിഗേറ്റഡ്. റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്തരവാദിത്തം എന്നുള്ളത് പൂർണ്ണമായും, എൻറ്റയർലി മീൻസ് കംപ്ലീറ്റ്ലി ഡെലിഗേറ്റ് ചെയ്യാൻ, കൈമാറ്റം ചെയ്യാനോ ഏൽപ്പിച്ചു കൊടുക്കാനോ സാധ്യമാവില്ല, പറ്റില്ല. There should be a balance between authority and responsibility. അതായത് അധികാരത്തിനും ഉത്തരവാദിത്തത്തിനുമിടയിൽ ഒരു ബാലൻസ്, ഒരു ഇക്വാലിറ്റി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ഇഫ് അതോറിറ്റി ഗ്രാൻഡഡ് ഈസ് മോർ ദാൻ റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്തരവാദിത്തത്തേക്കാൾ കൂടുതൽ അധികാരം ഉണ്ടെങ്കിൽ, അതായത് അതോറിറ്റി ഗ്രാൻഡഡ് ഈസ് മോർ ദാൻ റെസ്പോൺസിബിലിറ്റിയേക്കാൾ കൂടുതൽ അധികാരം നൽകിയിട്ടുള്ളത്, അനുവദിച്ചിട്ടുള്ളതെങ്കിൽ, ഇറ്റ് മൈ ലീഡ് ടു മിസ് യൂസ് ഓഫ് അതോറിറ്റി, അത് അധികാരം തെറ്റായിട്ട് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അധികാരം കൂടിക്കഴിഞ്ഞാൽ അധികാരം ദുരുപയോഗം ചെയ്തേക്കാം. ആൻഡ് ഇഫ് റെസ്പോൺസിബിലിറ്റി അസൈൻഡ് ഈസ് മോർ ദാൻ അതോറിറ്റി, എന്നാൽ അധികാരത്തേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കപ്പെടുന്നതെങ്കിൽ, ഇറ്റ് മേ മേക്ക് എ പേഴ്സൺ ഇൻഎഫക്റ്റീവ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ്. അത് ഉത്തരവാദിത്തം കൂടിക്കഴിഞ്ഞാൽ, വേണ്ടത്ര അധികാരമില്ലാത്ത ഉത്തരവാദിത്തം കൂടിക്കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെ ദോഷകരമായി ബാധിച്ചേക്കാം, ഫലപ്രദമല്ലാത്ത രീതിയിൽ ഇൻഎഫക്റ്റീവും ഇൻഎഫിഷ്യൻറ്റും ആക്കി തീർത്തേക്കാം. അപ്പോൾ എല്ലായ്പ്പോഴും അധികാരവും ഉത്തരവാദിത്തവും തമ്മിലൊരു ഇക്വാലിറ്റി, ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. തേർഡ് എലമെൻറ്റ് ഓഫ് ഡെലിഗേഷൻ്റെ മൂന്നാമത്തെ എലമെൻറ്റ് അക്കൗണ്ടബിലിറ്റി, കണക്ക് പറയൽ. അക്കൗണ്ടബിലിറ്റി മീൻസ് ആൻസറബിലിറ്റി ഫോർ ദ ഫൈനൽ ഔട്ട്കം ഓഫ് അസൈൻഡ് ടാസ്ക്. അതായത് അസൈൻഡ് ടാസ്ക്, ഏൽപ്പിക്കപ്പെട്ട ചുമതല, വർക്ക്, അതിൻ്റെ ഔട്ട്കമ്മിനെ സംബന്ധിച്ച്, റിസൾട്ടിനെ സംബന്ധിച്ച്, പരിണിത ഫലത്തെ സംബന്ധിച്ച് മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥ, മറുപടി പറയേണ്ടി വരിക, അതിനാണ് അക്കൗണ്ടബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ടാസ്ക് അസൈൻ ചെയ്യപ്പെട്ട ടാസ്ക് പൂർത്തീകരിച്ചാൽ മാത്രം പോരാ. അത് ജസ്റ്റ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി പൂർത്തിയാക്കിയെന്ന് പറയാം. പക്ഷേ അത് പൂർത്തിയാക്കിയാൽ മാത്രം അത് വേണ്ട രീതിയിലെല്ലാം പ്രോപ്പറായ രീതിയിൽ പൂർത്തീകരിച്ച് അതിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് ആര് ചോദിച്ചാലും അത് മറുപടി പറയാനുള്ള ഒരു അവസ്ഥ, അതാണ് അക്കൗണ്ടബിലിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് കനോട്ട് ബി ഡെലിഗേറ്റഡ്. ഇത് അക്കൗണ്ടബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരിക്കലും ഏൽപ്പിച്ചു കൊടുക്കാൻ, കൈമാറ്റം ചെയ്യാൻ സാധ്യമല്ല. ആൻഡ് ഫ്ലോസ് അപ്വേർഡ്, ഇത് റെസ്പോൺസിബിലിറ്റിയെ പോലെ തന്നെയാണ്, മുകളിലോട്ടാണ് ചലിക്കുന്നത്. ദാറ്റ് ഈസ് എ സബോർഡിനേറ്റ് വിൽ ബി അക്കൗണ്ടബിൾ ടു എ സുപ്പീരിയർ. റെസ്പോൺസിബിലിറ്റി പോലെ തന്നെ ഒരു കീഴുദ്യോഗസ്ഥൻ എപ്പോഴും മേലുദ്യോഗസ്ഥനോട് ബാധ്യതപ്പെട്ടിരിക്കും, കണക്ക് പറയേണ്ടതായിട്ട് വരും. ഫോർ സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ഓഫ് വർക്ക്, എന്നതിനെ സംബന്ധിച്ച് ആ ഏൽപ്പിക്കപ്പെട്ട വർക്ക് നല്ല സംതൃപ്തമായ രീതിയിൽ, പ്രോപ്പറായ രീതിയിൽ പൂർത്തീകരിച്ചതിനെ സംബന്ധിച്ച് അക്കൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും നമ്മൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഡിഫറൻസ്, റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും നമ്മുടെ വ്യത്യാസങ്ങൾ അടുത്ത ലക്കത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടു കൺക്ലൂഡ്, ചുരുക്കത്തിൽ വി ക്യാൻ സേ, നമുക്ക് പറയാം ദാറ്റ് വൈൽ അതോറിറ്റി ഈസ് ഡെലിഗേറ്റഡ്, അതോറിറ്റി, അധികാരം എന്നുള്ളത് ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നു, ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നു. റെസ്പോൺസിബിലിറ്റി ഈസ് അസ്യൂംഡ്, ഉത്തരവാദിത്വം എന്നുള്ളത് സ്വീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഏറ്റെടുക്കപ്പെടുന്നു. ആൻഡ് അക്കൗണ്ടബിലിറ്റി ഈസ് ഇമ്പോസ്ഡ്, കണക്ക് പറയൽ, അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് ചുമത്തപ്പെടുന്നതാണ്. ദെൻ മറ്റൊന്നും കൂടി, റെസ്പോൺസിബിലിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം അതോറിറ്റി. ഉത്തരവാദിത്വം എപ്പോഴും ഉണ്ടായിത്തീരുന്നത് അധികാരത്തിൽ നിന്നാണ്. ആൻഡ് അക്കൗണ്ടബിലിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം റെസ്പോൺസിബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്നുള്ളത്, കണക്ക് പറയൽ എന്നുള്ളത് ഉണ്ടായിത്തീരുന്നത് റെസ്പോൺസിബിലിറ്റിയിൽ നിന്നാണ്. അപ്പോൾ അധികാരത്തിൽ നിന്ന്, അതോറിറ്റിയിൽ നിന്ന് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നു, റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്നു. അക്രമം, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. അതോറിറ്റിയിൽ നിന്ന് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നു, റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്നു. അതേപോലെ തന്നെ അതോറിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഡെലിഗേറ്റ് ചെയ്യുന്നു, റെസ്പോൺസിബിലിറ്റി അസ്യൂം ചെയ്യുന്നു, അക്കൗണ്ടബിലിറ്റി ഇമ്പോസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് മൂന്നും, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഈ മൂന്നിനും ഇടയിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, ഇത് മൂന്നും തമ്മിലൊരു കമ്പാരിറ്റീവ് സ്റ്റഡി, ഡിഫറൻസുകൾ, സിമിലാരിറ്റീസ്, സാമ്യതകളും വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിലായിട്ട്
അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സാമ്യതകളും ഡിഫറൻസുകളൊക്കെ അവിടെ നമുക്ക് പരിചയപ്പെടാം. ഇനി നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അടുത്ത ലക്കത്തിൽ, അതായത് 18ാമത്തെ ഭാഗമായിക്കൊണ്ട് ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിലെ 18ാമത്തെ പാർട്ട് 18ാമത്തെ ലക്കത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഇതിൻ്റെ ബാക്കിയായിക്കൊണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ, അതായത് ഡെലിഗേഷൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയെന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ടോപ്പിക്കുമായി അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.